വിവരം അറിഞ്ഞ് സനുക്കുട്ടൻ നാട്ടിലേക്ക് തിരിച്ചിരുന്നു. കണക്ഷൻ ഫ്ലൈറ്റിൽ ബംഗളൂരുവിൽ ഇറങ്ങിയ ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും എന്നതായിരുന്നു വീട്ടുകാരെ അറിയിച്ചിരുന്നത്. എന്നാൽ നെടുമ്പാശ്ശേരിയിൽ എത്താത്തതിനെ തുടർന്ന് ബംഗളൂരുവിലെത്തിയ ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തമിഴ്നാട് മധുരയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 5 മരണം. മരിച്ചത് 4 പുരുഷന്മാരും 1 സ്ത്രീയും. 40-ലധികം പേർക്ക് പരിക്കേറ്റു. ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റൊരു ബസ്സിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ അന്വേഷണം ആരംഭിച്ചു. എറണാകുളം മൂവാറ്റുപുഴയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മികുന്നം സ്വദേശി അജയാണ് മരിച്ചത്. അപകടത്തിൽ കൂടെയുണ്ടായിരുന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും പന്തൽ ഡെക്കറേഷൻ തൊഴിലാളികളാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ഇടുക്കി മൂന്നാർ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. പുലർച്ചെയാണ് ആനക്കൂട്ടം പ്രദേശത്തെത്തിയത്. സംഘത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി ആനയെ എസ്റ്റേറ്റിലെ രാജന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന് ചുറ്റും നടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഏകദേശം 1 മണിക്കൂറോളം പ്രദേശത്ത് തങ്ങിയ ആനക്കൂട്ടം വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷിവിളകൾ നശിപ്പിച്ച ശേഷമാണ് വനത്തിലേക്ക് മടങ്ങിയത്. സംഭവത്തിൽ രാജന്റെ കാറിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. മേഖലയിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമായതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. ഇടുക്കി ചിന്നക്കനാലിൽ കുട്ടിക്കൊമ്പനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇന്നലെ വൈകുന്നേരം മുതൽ വനംവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു കുട്ടിക്കൊമ്പൻ. ആനിറങ്ങൽ ഡാമിന് സമീപം ചരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ആനയ്ക്ക് ശാരീരിക അവശത ഉണ്ടായിരുന്നു. ആനയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ജഡം കണ്ടെത്തിയത്. ആനയ്ക്ക് ഹെർപ്പിസ് വൈറസ് ബാധയുണ്ടായിരുന്നു എന്നതാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാകൂവെന്ന് വനംവകുപ്പ് അറിയിച്ചു.